എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ഇതിനു മുൻപ് പറഞ്ഞത് സംസാര സാഗരത്തിൽ നിന്നും സ്വയം മുക്തനായവനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവനും ആയിട്ടുള്ള വിശാല മനസ്കനായ ഒരു ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിനെ ഉണർത്തണം, അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു ഗുരുവിൽ നിന്നും പഠിക്കണം എന്നാണ് ഇത് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, ഇന്നത്തെ കാലത്ത് അതിന് സാധ്യമാണോ? അങ്ങനെയുള്ള ഗുരുവിനെ എവിടെ നിന്ന് കണ്ടുകിട്ടും? വളരെ ശരിയാണ് ആ സംശയം. കാരണം പല കാര്യങ്ങളിലും പാണ്ഡിത്യമുണ്ടായിരിക്കും, പക്ഷേ ഗുരു എന്ന അർത്ഥം പൂർണ്ണമാകില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന വിദ്യാർത്ഥികൾ, അവരോടൊരു ബഹുമാനവും അവരുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി, ശുദ്ധമായ മറുപടി, സത്യസന്ധമായ മറുപടി പറയാൻ കഴിവുള്ള വ്യക്തികളും ആയിരിക്കണം. പലരും തമാശ രൂപത്തിലൊക്കെ തട്ടിവിട്ട് രക്ഷപ്പെട്ടു പോകും. അങ്ങനെയല്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് എന്ത് ചെയ്യണം? ശരിക്കും വേദാന്ത ദൃഷ്ട്യാ എൻ്റെ ഗുരു ഞാൻ തന്നെയാണ്. എനിക്ക് വെളിച്ചം പകരേണ്ടത് ഞാൻ തന്നെയാണ്. നമ്മുടെ ഉൾക്കണ്ണാണ് തുറക്കേണ്ടത്. പുറമേ നിന്ന് എവിടുന്നും ഒന്നും കൊണ്ടുവന്ന് നിറയ്ക്കുന്നില്ല. കനലുള്ള അടുപ്പിലെ ഊതാവൂ എന്ന് പറയുന്നുണ്ട്, എന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിൽ കനലായിട്ട് കിടക്കുന്നുണ്ട് ഇതെല്ലാം. അപ്പം അതിനെ നമ്മൾ ഉണർത്തേണ്ടത് നമ്മൾ തന്നെയാണ് ഉണർത്തേണ്ടത്. എങ്ങനെ? ധാരാളം വായിക്കുക, പഠിക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, എന്നതിന് ശേഷം അത് തമ്മിൽ താരതമ്യം ചെയ്യുക, മനനം ചെയ്യുക, എന്നിട്ട് അതിനെ സത്യമായതിനെ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ കുറേ നമുക്ക് മുന്നേറാൻ കഴിയും. ഇനി അടുത്ത ശ്ലോകം എന്താണെന്ന് നോക്കാം. ഉദ്ധരേതാത്മനാത്മാനം മഗ്നം സംസാരവാരിധോ യോഗാരൂഢത്വമാസാദ്യ സമ്യക് ദർശനനിഷ്ഠയാ. ജനന മരണരൂപമായ സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ യോഗാരൂഢാവസ്ഥയിൽ വർത്തിച്ചുകൊണ്ട് സമ്യക് ദർശനത്തിലുള്ള നിഷ്ഠയാൽ ഉദ്ധരിക്കണം. എന്താണ് ഈ യോഗാരൂഢൻ? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ആസക്തനാകാതെ അമിതമായിട്ടുള്ള അഭിലാഷങ്ങളെ ഒഴിവാക്കിയവൻ ആരോ അവൻ ആണ് യോഗാരൂഢൻ. ആ യോഗാരൂഢത്വം നമുക്ക് വേണം. അതിനെന്ത് വേണം? സമ്യക് ദർശനം വേണം. എന്താ ഈ സമ്യക് ദർശനം? എല്ലാം ഒരേ മാതിരി കാണുക. എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് നിൻ്റെ ഉള്ളിലും എങ്കിൽ ഞാൻ പിന്നെ നിന്നോട് എന്തിന് അസൂയപ്പെടണം, എന്തിന് ദേഷ്യപ്പെടണം? ആവശ്യമില്ലല്ലോ. ഈ ശരീരത്തിനുള്ളും ആ ശരീരത്തിനുള്ള ഒന്നാണെങ്കിൽ ഞാൻ തന്നെയല്ലേ നീ. അപ്പോൾ പിന്നെ ഞാൻ ആരോട് അസൂയപ്പെടാൻ, ഞാൻ ആരോട് ദേഷ്യപ്പെടാൻ? ഈ അവസ്ഥയിൽ പ്രപഞ്ചത്തിലുള്ള സകല സാധനത്തിൻ്റെയും ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന ആ ചൈതന്യമാണ്. പക്ഷേ വേറെ വേറെയായി തോന്നുന്ന ആ ശരീരത്തിൻ്റെ പ്രകൃതിയുടെ ഗുണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ലാഭം, നഷ്ടം, സുഖം, ദുഃഖം, ജയം, പരാജയം ഇവയെല്ലാം ഒരേ മാതിരി കാണുകയും ചെയ്യണം. സാധ്യമാണോ എന്ന് വെച്ചാൽ സാധ്യമാകും. കുറേ പഠിക്കുമ്പോൾ നമുക്ക് ഈ ജയം വന്നാൽ അമിതമായിട്ടൊരു ആഹ്ലാദമോ, പരാജയം വന്നാൽ നമുക്ക് ദുഃഖമോ തോന്നില്ല. അതേമാതിരി തന്നെ ലാഭം വന്നു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമോ, നഷ്ടം വന്നു കഴിഞ്ഞാൽ ദുഃഖമോ തോന്നില്ല. അത് രണ്ടും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പരാജയം വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വലിയൊരു നഷ്ടം വന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഇത് എനിക്ക് മാത്രം വരുന്നതല്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായത് ഈ ആധ്യാത്മിക പഠനം നിമിത്തമാണ്. ഇനി സുഖം ദുഃഖം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയില്ല.
അതിനെ ഒരേ മാതിരി കാണാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ദുഃഖങ്ങൾ പലതരത്തിലുണ്ടല്ലോ, അല്ലേ? അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഉത്തമമായ നിലയിലെത്തിയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും ഇതിൽ പറയുന്നു, ഗീതയിലൊരു കാര്യം പറയുന്നുണ്ട്. 6-ാം അധ്യായം ധ്യാന യോഗത്തിൽ 4-ാമത്തെ ശ്ലോകം, യഥാ കിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. ശബ്ദാദി വിഷയങ്ങളിലും കർമ്മങ്ങളിലും ആസക്തനാകാതെ ഇരിക്കുകയും സകല വിഷയ അഭിലാഷങ്ങളെയും ഉപേക്ഷിക്കുകയും ചെയ്തവനാണ് യോഗാരൂഢൻ. അതാണിപ്പോൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ യോഗാരൂഢനായി തീരണമെങ്കിൽ എന്ത് വേണം? എല്ലാറ്റിനെയും ഒരേ മാതിരി കാണണം. ഒരേ മാതിരി കാണാനുള്ള ഒരു ധ്യാനം, അത് ഈ പറയുന്ന ധ്യാനമല്ല. നമ്മളിപ്പോൾ ഒരു വൃക്ഷത്തിലേക്ക് നോക്കിയിരിക്കുക, ആ വൃക്ഷത്തിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതിൻ്റെ ഉള്ള ചൈതന്യവും തൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെ അല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഒരു മൃഗത്തെ കാണുമ്പോൾ, ഒരു പക്ഷിയെ കാണുമ്പോൾ, വേറൊരു മനുഷ്യനെ കാണുമ്പോൾ, ആ മനുഷ്യൻ്റെ മുൻജന്മ കർമാർജിതമായിട്ടുള്ള കാരണങ്ങളാലുള്ള സ്വഭാവ വ്യത്യാസവും ശരീരത്തിൻ്റെ ഘടനയുമല്ലേ, അവൻ്റെ സംസ്കാരവുമല്ലേ അവനെ മറ്റൊരു രൂപത്തിൽ ചിന്തിക്കുന്നത്. പക്ഷേ അവൻ്റെ മനസ്സിലുള്ള തേജസ്, അതും അവൻ്റെ ഉള്ളിലുള്ള തേജസ് എൻ്റെ ഉള്ളിലുള്ള തേജസ് ഒന്ന് തന്നെയല്ലേ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമ്യക് ദർശനമായി. നമുക്ക് പിന്നെ ആരോടും വൈരാഗ്യമില്ല, ആരോടും അനിഷ്ടമില്ല. മനസ്സിലായോ? ആരോടും അസൂയൊന്നുമില്ല. കാരണം എന്താണ്? എല്ലാറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരേ ചൈതന്യം. ഒരു വലിയൊരു കുളത്തിൽ ഒരു 10 കുടം ഇറക്കി വെച്ചിരിക്കുന്നു. അതിലൊരു കുടത്തിന് മറ്റൊരു കുടത്തിനുള്ള അസൂയ എന്തിനു തോന്നണം? കാരണം എല്ലാ കുടത്തിലും ഉള്ളത് ആ കുളത്തിൽ അതേ ജലം തന്നെയാണ്. ഈ കുടത്തിൻ്റെ ആകൃതി കൊണ്ടുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. എന്ന പോലെ എല്ലാറ്റിലും ആ ചൈതന്യം തന്നെയാണ്. എന്നാൽ വ്യാവഹാരികമായ ജീവിതത്തിൽ ദ്വൈതം, ഞാനെന്നും നീ എന്നും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് മാത്രം. പക്ഷെ താത്വികമായിട്ട് അദ്വൈതമാണ്. വ്യാവഹാരികമായിട്ട് നമുക്ക് ഞാനെന്നും നീ എന്നും പറഞ്ഞേ പറ്റൂ. അതാണ് പ്രപഞ്ച രഹസ്യം. ദ്വൈതവും അദ്വൈതവും നമുക്ക് ആവശ്യമാണ്. അദ്വൈതം തന്നെ എല്ലാം ഒന്ന് തന്നെ, എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് നിൻ്റെ ഉള്ളിൽ. ഇത് താത്വികമായിട്ട്. പക്ഷെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഞാൻ എന്നും നീ എന്നും പറഞ്ഞേ മതിയാകും, എൻ്റെ എന്ന് പറഞ്ഞേ മതിയാകും, അല്ലേ? അതെൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞാലേ മതിയാകൂ. അല്ലാതെ നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ഭർത്താവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ദ്വൈതം. അത് ഭൗതികമായ ശരീരത്തോടു കൂടിയത്. അതൊക്കെ ബന്ധുക്കളൊക്കെ ശരീരം നിമിത്തമാണ്. പക്ഷെ ശരീരമില്ലെങ്കിലോ, ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലോ എല്ലാം ഒന്ന് തന്നെ, അല്ലേ? അതായത് ഒരു പുക വലിക്കുന്ന സമയത്ത് പുക നമ്മൾ വലിച്ചിട്ട് പുറത്തേക്ക് വിടുന്നവരെ മാത്രമാണ് എൻ്റെ പുക എന്ന് പറയാൻ പറ്റൂ. വിട്ട് കഴിഞ്ഞാലോ? ഒരു 10 പേര് ഒരേ മാതിരി പുക വലിക്കുന്നുണ്ടെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വിട്ട പുക ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ ശരീരത്തിനുള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നീ എന്നുള്ള ഭേദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലോ തീരുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആന്തരികമായ അർത്ഥം. ബാക്കി അടുത്ത ഭാഗത്ത്. നന്ദി, നമസ്കാരം.